ഒരിക്കൽ കേരളം ഭരിച്ചിരുന്നത് ഭൗമാസുരൻ എന്ന ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. അയാൾ വളരെ ശക്തനും ക്രൂരനുമായിരുന്നു. ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിച്ച അയാൾ നാടെങ്ങും ദുരിതം നിറച്ചു. ജനങ്ങൾക്ക് സന്തോഷമില്ലാത്ത ഒരു കാലമായിരുന്നു അത്. ഈ ദുഷ്ടന്റെ അത്യാചാരങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം തേടി. ഭഗവാൻ വിഷ്ണു ഭൗമാസുരനെ വധിക്കാൻ അവതാരമെടുത്തു. അങ്ങനെ ശ്രീകൃഷ്ണനായി അവതരിച്ച വിഷ്ണുവും ഭൗമാസുരനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. ഒടുവിൽ ശ്രീകൃഷ്ണൻ തന്റെ സുദർശനചക്രം കൊണ്ട് ഭൗമാസുരനെ കൊന്നു. ആ ദുഷ്ടൻ മരിച്ചപ്പോൾ നാടും നഗരവും സന്തോഷത്താൽ നിറഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. പൂക്കളും ഫലങ്ങളും കൊണ്ട് പ്രകൃതി മനോഹരമായി. അന്ധകാരം മാറി വെളിച്ചം വന്ന ഈ ദിവസത്തെ ആളുകൾ ഒരാഘോഷമായി കൊണ്ടാടാൻ തുടങ്ങി. അതാണ് വിഷു. ഭൗമാസുരനെ കൊന്നതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് വിഷുവിന്റെ പ്രധാന ഐതിഹ്യം. ഈ ദിവസം ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും വിഷുക്കണി ഒരുക്കുകയും ചെയ്യുന്നു. വിഷുക്കണിയിൽ വെച്ച ഐശ്വര്യമുള്ള വസ്തുക്കൾ അടുത്ത ഒരു വർഷം മുഴുവൻ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അങ്ങനെ തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീക്ഷ